ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 18 ഒന്നാമത്തെ വായനാ ഭാഗം രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ 13 അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അയച്ചിട്ട് ഒരു ദൈവപുരുഷൻ ഈ യൊരോബെയാമിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യൊരോബെയാമിനിവിടെ യാഗപീഠമൊക്കെ ഉണ്ടാക്കി യാഗപീഠത്തിനകത്ത് ധൂപം കാട്ടുവാനും ഒക്കെ നിൽക്കുന്നൊരു സമയമാണ്. എന്നാൽ ഒരു ദൈവപുരുഷനെ ദൈവം അയച്ചിട്ടുണ്ട്. ആ പുരുഷൻ വരുന്നത് യഹൂദയിൽ നിന്നാണ്. ഇവിടെ ഈ സംഭവം ഇപ്പോഴാണ് നടക്കുന്നത്. എന്നാൽ യഹൂദയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ ഒക്കെ സമയമെടുക്കും. അപ്പോൾ അതിനു മുമ്പേ ഇവിടെ നടക്കാൻ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം മുന്നമേ തന്നെ ഒരു പുരുഷനെ അവിടെ അയക്കുകയാണ്. ആ പുരുഷൻ 1-2 ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാകും. ഇവിടെ ഇപ്പോൾ ഈ യാഗപീഠത്തിനരികെ എത്തി. അവിടെ കാഴ്ച കാണുന്നത് യൊരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുന്നതാണ്. യാതൊരു അവകാശമോ അല്ലെങ്കിൽ അധികാരമോ യൊരോബെയാമിന് ആ ധൂപം കാട്ടുവാനില്ല. അത് ലേവ്യർക്ക് അല്ലെങ്കിൽ ലേവ്യ പുരോഹിതന് ഉള്ള ഉത്തരവാദിത്തമാണ്. അത് അവർ പുരോഹിതൻ ചെയ്യാൻ മാത്രമേ ദൈവം അത് കൽപ്പിച്ചിട്ടുള്ളൂ. ആ ഒരു അന്യ ആരാധനയാണ് അല്ലെങ്കിൽ അന്യധൂപമാണ് ഇവിടെ കാട്ടപ്പെടുന്നത്. അപ്പോഴാണ് ദൈവപുരുഷൻ അവിടെ എത്തുന്നത്. ദൈവപുരുഷൻ അവിടെ വന്ന് യാഗപീഠത്തോട് പറയുകയാണ്, യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയും. ആരുടെ മേൽ? ഈ യാഗപീഠത്തിൻ്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു അടയാളവും കൊടുത്തു. അടയാളം മറ്റൊന്നുമല്ല, ഇതാ യാഗപീഠം പിളർന്ന് അതിലുള്ള ചാരം തൂകിപ്പോകും എന്ന് ഒരു അടയാളം ഉണ്ടാകും. അതിപ്പോൾ സംഭവിക്കും, യഹോവ കൽപ്പിച്ച അടയാളം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് യൊരോബെയാം രാജാവ് കൈനീട്ടിയിട്ട് അവനെ പിടിക്കുക എന്നിങ്ങനെ കൈനീട്ടി പറഞ്ഞു. ആ നീട്ടിയ കൈ മടങ്ങാൻ കഴിയാതെ വരണ്ടു പോയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ആരും യൊരോബെയാമിനെ പറഞ്ഞ കൽപ്പന അനുസരിച്ച് ആ ദൈവപുരുഷനെ പിടിക്കാനും പറ്റിയില്ല. കാരണം ഈ കാഴ്ച കണ്ടിരിക്കുകയാണ്. കൈ നീട്ടിയ കൈ മടങ്ങാതിരിക്കുമ്പോൾ അത് പിടിക്കാൻ തക്കവണ്ണമുള്ള ധൈര്യം ആർക്കും ഉണ്ടാകത്തില്ല. അപ്പം ഈ ദൈവപുരുഷനോട് അപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി, ഇത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന്. നീ നിൻ്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എൻ്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം ഈ ദൈവപുരുഷൻ പ്രാർത്ഥിക്കുകയും ആ കൈ പഴയതുപോലെ ആയിത്തീരുകയും ചെയ്തു. അപ്പം ഒരു ഓഫർ കൊടുക്കുകയാണ് യൊരോബെയാം, നീ എൻ്റെ കൂടെ താമസിക്കുക, അരമനയിൽ താമസിക്കുക, നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാം, നിനക്ക് ആ സമ്മാനവും തരാം, ആഹാരമൊക്കെ കഴിച്ചു പോകാമെന്നൊക്കെ പറയുന്നു. ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞു, നീ അരമനയുടെ പകുതി എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ നിന്നോട് കൂടെ വരികയില്ല. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, കുഴിക്കുകയില്ല. നീ പോകുന്ന വഴിയിലൊന്നും അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി, അപ്പോൾ യഹൂദയിൽ നിന്ന് വന്നൊരു വഴിയുണ്ട്, ആ വഴിയായി തിരിച്ചു പോകരുത് എന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ വഴിയായിട്ട് ബഥേലിൽ നിന്ന് തിരിച്ച് വേറെ വഴിയായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് അവിടെ വൃദ്ധനായ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞു. അയാൾ തൻ്റെ പുത്രന്മാരെ ആണ് വന്ന് കാര്യം പറയുന്നത്. അപ്പോൾ ഏത് വഴിക്ക് പോയി എന്ന് ചോദിച്ചു. അപ്പോൾ ആ വഴിയെ കണ്ടുപിടിച്ച് പുത്രന്മാരോട്ട് കഴുതയ്ക്ക് കോപ്പിട്ട് തരാൻ പറഞ്ഞു. പോയിട്ട് ഇയാൾക്ക് മക്കൾ കഴുതയ്ക്ക് കോപ്പൊക്കെ ഇട്ട് കൊടുത്തു. അതിൽ കയറി ഈ ദൈവപുരുഷൻ്റെ പിന്നാലെ ചെന്നിട്ട് ആ ദൈവപുരുഷനോട് ചോദിച്ചു, നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ തന്നെയാണോ? അപ്പം അവിടെ പറഞ്ഞു, നീ എന്നോട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നോട് കൂടെ പോരുകയോ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാം. ഈ സ്ഥലത്ത് വെച്ച് നിന്നോട് അപ്പം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ഇവിടെ തങ്ങരുത് എന്നൊക്കെ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഈ വൃദ്ധനായ ഞാനും നിന്നെപ്പോലെ പ്രവാചകനാണ്. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടത് നീ അവനെ നിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരിക എന്ന് ദൂതൻ യഹോവയുടെ കൽപ്പന എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത്രയും വലിയൊരു കള്ളം അവിടെ ദൈവം ഒരു കാര്യം പറഞ്ഞയച്ച ഒരു പുരുഷനോട് ഈ മനുഷ്യൻ ഒരു കള്ളം പറയുകയാണ്. ദൈവം എന്നോട് അരുളി ചെയ്തു, നിന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ടുപോയി ആഹാരം കഴിച്ച് പാർപ്പിച്ചിട്ട് ഒക്കെ വിടാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. പാവം അത് വിശ്വസിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ ഭക്ഷണത്തിനിരിക്കുമ്പം
ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. ആ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച ഈ സ്ഥലത്ത് മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറിയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ദൈവപുരുഷനാണ് ഈ വൃദ്ധനാണ് ഈ വിളിച്ചു പറയുന്നത്. പാവം തിരികെ പോകുന്ന വഴിയിൽ വെച്ച് ഒരു സിംഹം ഈ യുവാവായ ദൈവപുരുഷനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇതറിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ വൃദ്ധനായ പ്രവാചകൻ അവിടെ ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോഴത്തേക്ക് ഈ കൊന്നു കളഞ്ഞതല്ലാതെ കഴുതയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സിംഹം കഴുതയോ ഒന്നും ചെയ്തില്ല. കഴുതയുടെ ജീവനോടുണ്ട്. ദൈവപുരുഷൻ മാത്രം കൊല്ലപ്പെട്ടു. പക്ഷേ കടിച്ച് വീറിക്കളയുകയോ ഒന്നും ചെയ്തില്ല. കഴുതയെയും ഉപദ്രവിച്ചിട്ടില്ല. ഇത് കാണുന്നുണ്ട്. പ്രവാചകൻ ദൈവപുരുഷൻ്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ചിട്ട്, ഈ വയസ്സനായ മനുഷ്യൻ ദൈവപുരുഷൻ്റെ ശവം എടുത്ത് വെച്ചിട്ട് ഒരു വിലാപമൊക്കെ നടത്തിയിട്ട് സ്വന്തം കല്ലറയിൽ സംസ്കരിച്ച് കൊണ്ടുവച്ചിട്ടു. എന്നിട്ട് എൻ്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു. അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തൻ്റെ പുത്രന്മാരോട്, ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദൈവപുരുഷനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ തന്നെ അടക്കം ചെയ്യണം. അവൻ്റെ അസ്ഥികളുടെ അരികെ എൻ്റെ അസ്ഥികളെ വിടണം. അവൻ ബഥേലിലെ യാഗപീഠത്തിനും ശമരിയ പട്ടണത്തിലെ സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്കും വിരോധമായി യഹോവയുടെ കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചയമായും സംഭവിക്കും എന്ന് പറഞ്ഞു. ഇത് ഈ വൃദ്ധനായ പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന ആൾ തൻ്റെ മക്കളോട് പറഞ്ഞ കാര്യമാണ്. ഈ ദൈവപുരുഷനെ അടക്കം ചെയ്ത കല്ലറയുടെ ചേർത്ത് തന്നെ എന്നെയും അടക്കം ചെയ്യണമെന്ന്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും യൊരോബെയാം ദുർമാർഗം വിട്ട് മാറുകയോ ഒന്നും ചെയ്തില്ല. തനിക്ക് ബോധിച്ചവരെയൊക്കെ കരപൂർണ്ണം ചെയ്യിച്ചിട്ട് പൂജാഗിരി പുരോഹിതന്മാരെ ആക്കി. അപ്പോൾ ഇതെല്ലാം ഇത് ഇവിടെ ഒരു കാര്യം അവസാനം കാണുന്നത്, യൊരോബെയാം ഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് മുടിച്ച് കളയത്തക്കവണ്ണം ഈ കാര്യം അവർക്ക് പാപകാരണമായി തീർന്നതാണ്. അപ്പോൾ ഇനിയും വരാൻ പോകുന്നത് യൊരോബെയാം ഗ്രഹത്തെ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് ഒരു കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ യോശിയാവെന്ന ദാവീദ് ഗ്രഹത്തിൽ ജനിക്കാനിരിക്കുന്ന മകനെ സംബന്ധിച്ച് 2 രാജാക്കന്മാർ 22-23 അധ്യായങ്ങളിൽ വായിച്ചാൽ യോശിയാവ് എന്നൊരു രാജാവ് അവിടെ ഉണ്ടാകുന്നതും ആ യോശിയാവ് ഈ ദൈവപുരുഷൻ്റെ പ്രവാചക വാക്കുകൾ പോലെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഈ പറഞ്ഞത് മാത്രമല്ല, ഇതിനേക്കാൾ വിശാലമായ വളരെ വളരെ കാര്യങ്ങൾ ദൈവത്തോടുള്ള എരിവിനാൽ യോശിയാവ് എന്ന രാജാവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് 2 രാജാക്കന്മാർ 22-23 അധ്യായങ്ങളിലൂടെ വായിക്കുമ്പോൾ ദൈവം എത്രയോ തലമുറകൾ കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞ് ജനിക്കാനിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവം പറഞ്ഞ പ്രവാചകമാണ്. എന്നാൽ ഇതിനേക്കാളും ദീർഘമായൊരു പ്രവാചകമാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളത്. അതെന്ന് തുടങ്ങിയതാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ യേശുക്രിസ്തുവിനുള്ള പ്രവാചകം മലാഖി പുസ്തകം വരെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അത്രയും കാലദൈർഘ്യം ദീർഘമായ. അപ്പം ഈ യോശിയ രാജാവ് വരുമ്പോഴത്തേക്ക് യേശുക്രിസ്തു വരുന്ന പിന്നെ എത്രയോ തലമുറകൾക്ക് മുമ്പാണ്. ഇപ്പോൾ യോശിയാവിനെ കുറിച്ച് പ്രവചനം നടന്നിരിക്കുന്നതിന് എത്രയോ മുമ്പാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം നടന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ദീർഘമായ ആലോചനകളെ സംബന്ധിച്ച് ഒക്കെയും ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പം ഈ പറഞ്ഞ പോലെ ഈ യോശിയ രാജാവിനെ സംബന്ധിച്ചും യോശിയ രാജാവ് ഇവിടെ ദൈവപുരുഷൻ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2 രാജാക്കന്മാർ 22-23 അധ്യായങ്ങൾ വായിക്കുക. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം. ഈ സിദെക്കീയ രാജാവിൻ്റെ 9ാമത്തെ വർഷം ആണ്ടാവുമ്പോഴത്തേക്ക് നെബൂഖദ്നേസറും അവൻ്റെ സകല ജനവും യെരുശലേമിലേക്ക് വന്നു, അതിനെ നിരോധിച്ചു. പക്ഷേ സിദെക്കീയാവിൻ്റെ ആകെയുള്ള വാഴ്ചയുടെ വർഷം 11ആണ്. ഇത് 9ാമത്തെ വർഷത്തിലാണ് സംഭവിക്കുന്നത്. 11ാം മാസം അവർ വരികയും ചെയ്യും. ആ 11ാം മാസം അവർ വരികയെന്നുള്ളതല്ല, നിരോധിച്ചിരിക്കുന്ന സമയം 2 വർഷത്തോളം നിരോധനത്തിലായിരുന്നു. 11ാം ആണ്ടിൽ 4ാം മാസം 9ാം തീയതി നഗരത്തിൻ്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു. ബാബേൽ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരുമായ ഗൽ ഗസേർ, സംഗർ നെബോവ്, സർസഖീം,
സർ രബ് സാരീസ്, നെർഗൽ ശരേസർ, രബ്മാഗ്, ബാബേൽ രാജാവിൻ്റെ ശേഷം പ്രഭുക്കന്മാരൊക്കെയും അകത്ത് കടന്ന് നടുവിലത്തെ വാതിൽക്കലിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ യഹൂദ രാജാവ് സിദെക്കീയാവും എല്ലാ പടയാളികളും ഓടിപ്പോയി, രഹസ്യമായിട്ട് ഓടിപ്പോയി. പുറകെ കൂടെ വേറെ വാതിലുകളൊക്കെ ഉണ്ടല്ലോ ഓടിപ്പോയി. അപ്പോൾ ഓടിപ്പോയി എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പുറപ്പെട്ട് കൽദയരുടെ സൈന്യം അവരെ പിന്തുടർന്നു. അപ്പോൾ ഈ മതിൽ പൊളിച്ചിട്ടാണ് ഇതിലേ പോകുന്നത്. ഒരു വാതിലിൽ കൂടെ മതിൽ പൊളിച്ചിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. തിരിച്ച് ഇവർ ഒരു രഹസ്യമായ ഒരു വഴിയിൽ കൂടെ രാജാവിൻ്റെ ആളുകളൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കൽദയരത് മനസ്സിലാക്കി അവർ സൈന്യം പിന്തുടർന്ന് എരിഹോ സമഭൂമിയിൽ വെച്ച് സിദെക്കീയാവിനെത്തി രാജാവിനെ പിടിച്ച് ബാബേൽ രാജാവ് നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സിദെക്കീയാവിൻ്റെ പുത്രന്മാരെ സിദെക്കീയാവ് കാണെ അവർ കൊന്നു. യഹൂദ കുലീന്മാരെയൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു. സിദെക്കീയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ബന്ധിച്ചു. രാജഗൃഹത്തെയും ജനത്തിൻ്റെ വീടുകളെയും തീവെച്ച് ചുട്ടു. യെരുശലേമിൻ്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൻ്റെ ശേഷം ജനത്തെയും തൻ്റെ പക്ഷത്ത് ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനത്തെയും അകമ്പടി നായകനായ നെബൂസറദാൻ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ജനത്തിൽ ഒന്നുമില്ലാത്ത എളിയവരെ അകമ്പടി നായകനായ നെബൂസറദാൻ യഹൂദ ദേശത്ത് പാർപ്പിച്ച് അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച, ഇത് സംഭവിക്കാതിരിക്കാൻ യിരെമ്യാ പ്രവാചകൻ നാളുകളായി പറയുന്നുണ്ട്. ഇപ്പോൾ സിദെക്കീയാ രാജാവോടും പല പ്രാവശ്യവും പറഞ്ഞു, നിനക്ക് നിൻ്റെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും, നിനക്ക് ഒന്നും ദുരിതദോഷവും സംഭവിക്കില്ല, നീ കൽദയർക്ക് കീഴടങ്ങിയാൽ മാത്രം മതി, നീ കൽദയ ദേശത്ത് പോകണം, അവിടെ പോയി പാർക്കണം, നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഓടിപ്പോകാനൊക്കെ തയ്യാറായപ്പോൾ അത് എതിർക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വന്നു. അപ്പോൾ എതിർക്കുന്നവൻ എന്ത് ചെയ്യും? ഓടിപ്പോയാലും ശരി തന്നെ, തിരിച്ച് വാളെടുത്ത് വെട്ടാൻ വന്നാലും അതിന് എതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ പ്രവർത്തിച്ചു. അയാളെ പിടിച്ചു, മക്കളെ രാജാവ് കാണുക തന്നെ കൊന്നു, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ബന്ധനസ്ഥനാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന യിരെമ്യാ പ്രവാചകനെ വിളിച്ചു വരുത്തുകയാണ്. നെബൂസറദാനോട് ബാബേൽ രാജാവ് പറയുന്നുണ്ട്, നീ അവനെ വരുത്തി അവനൊരു ദോഷവും ചെയ്യാതെ അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവൻ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്കാൻ നെബൂഖദ്നേസർ നെബൂസറദാനോട് പറയുന്നുണ്ട്. അങ്ങനെ യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്ത് നിന്ന് വരുത്തി അവനേക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതിന് ശാഫാൻ്റെ മകനായ അഹീക്കാമിനെ ഗദല്യാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശത്രു രാജ്യത്ത് നിന്ന് വന്ന രാജാവിനെ പോലും പിടിച്ചുകൊണ്ട് പോയി കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും മക്കളെയൊക്കെയും കൊല്ലുകയും ചെയ്തൊരു രാജാവ് ഈ യിരെമ്യാ പ്രവാചകനെ കുറിച്ച് കൽപ്പിച്ചത് ഇങ്ങനെയാണ്: അവന് ദോഷം വരുത്തരുത്, അവനെ സംരക്ഷിക്കണമെന്നൊക്കെ തരത്തിൽ. അപ്പോൾ ഇത് എവിടെ നിന്ന് സംഭവിക്കുന്നു? ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് ഈ യിരെമ്യാ പ്രവാചകൻ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും യിരെമ്യാ ഈ നെബൂഖദ്നേസർ രാജാവ് കേൾക്കുന്നുണ്ടാകും, അറിയുന്നുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ചെയ്തു എന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലമാണ് അവിടെ യിരെമ്യാ പ്രവാചകൻ ലഭിക്കുന്നത്. അത് ഒരു ശത്രുവായ രാജാവിനൂടെ തന്നെ ദൈവം അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ വ്യത്യസ്തമായ ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നത്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം തന്നെ പിന്തുടരുന്നവരെ, തന്നെ വിശ്വസിക്കുന്നവരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു കാഴ്ച കൂടിയാണ് ഇത് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ വായനാ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം. ഇവിടെ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു വെക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചോദിക്കുന്നതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ തുടർ കാര്യമെന്ന നിലയ്ക്ക് വലിയ ചില ഭാവി സത്യങ്ങളെ അന്ന് അവർക്ക് ഇന്ന് നമ്മൾ വായിക്കുന്ന നമുക്കും അറിയുവാൻ ഇടയാക്കി എന്നുള്ളതാണ് രസകരമായ കാര്യം. ഇവിടെ ദേവാലയത്തിൽ ചെല്ലുന്ന സമയത്ത് ദേവാലയത്തിൽ വെച്ച് ക്രിസ്തുവിനോട് ശിഷ്യന്മാർ പറയണം, ഗുരു നോക്കൂ, ഇതെങ്ങനെയുള്ള കല്ല്,
അതായത് വലിയ നീളമുള്ള 3 മുഴമോ ഒക്കെ നീളമുള്ള വലിയ കല്ല്, അത് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ വെട്ടി ചെത്തി മിനുക്കി ദേവാലയത്തിൻ്റെ പണി നടക്കുമ്പോൾ ഒരു ഉളിയുടെയോ ചുറ്റികയുടെയോ ഒന്നും ശബ്ദം കേൾക്കാതെ അവിടുന്ന് ഉരുട്ടി ഒക്കെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അങ്ങനെയായിരുന്നു ആ ദേവാലയത്തിൻ്റെ ആ പണി നടന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ കല്ല് കാണിച്ചിട്ടാണ് പറയുന്നത്, ഈ വലിയ കല്ല് കാണുന്നില്ലേ, ഈ വലിയ പണി കാണുന്നില്ല, എന്തും ഭംഗിയാണ്, എന്തും മഹത്വകരമായ പണിയാണ് ഈ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ക്രിസ്തുവിനോട് പറയാം. അപ്പോൾ ക്രിസ്തു പറയുന്ന മറുപടിയാണ്, നീ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ ഒരു കല്ലിൻ്റെ മേൽ മറ്റൊരു കല്ല് ചേർന്നിരിക്കാതെ വണ്ണം ഈ ദേവാലയം നശിച്ചു പോകും, തകർന്നു പോകും എന്ന് പറയാണ്. അപ്പോൾ പിന്നെ അത് വേറൊരു സമയത്ത് ഒലിവുമലയിലിരിക്കുമ്പം യേശുവിനോട് അവർ ചോദിക്കുകയാണ്, അതെപ്പോൾ സംഭവിക്കും? അതിന് എല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് പറയാണ്. അപ്പോൾ അവിടെ മുതലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ വരുവാനിരിക്കുന്ന, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന, അതായത് സമീപ ഭാവിയിലും വിദൂര ഭാവിയിലും സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ അവിടെ ക്രിസ്തു അവരോട് സംസാരിക്കുന്നത്. അവിടെ പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വലരെയും വന്ന് തെറ്റിക്കും. യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കേൾക്കും. അതിലൊന്നും ഭ്രമിച്ചു പോകരുത്. അതൊന്നും അവസാനമല്ല. ജാതിയോടും രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും. അതും അവസാനമല്ല. അതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളും. അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ന്യായാധിപ സംഘങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കും, പള്ളികൾ വെച്ച് തല്ലും, നാടുവാഴികളും രാജാക്കന്മാരും പ്രഭുക്കന്മാരുടെ മുമ്പായി കൊണ്ടുപോയി സാക്ഷ്യത്തിനായി നിർത്തും, വിസ്താരത്തിനായി നിർത്തും. എന്നാൽ അതിനൊക്കെയും മുമ്പ് സകല ജാതികളോടും ഈ സുവിശേഷം അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയണം, മറുപടി പറയണമെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി നിങ്ങളിൽ വന്നിട്ട് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ പോലും അറിയാതെ ആ കാര്യങ്ങളെ അവരുടെ മുമ്പിൽ പ്രസ്താവിക്കും. അതുകൊണ്ട് എന്ത് അവരോട് പറയുമെന്നൊന്നും വിചാരപ്പെടേണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിന്മേൽ തരും. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും, മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അപ്പം ഇത് ദൈവമക്കൾക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞ് ദൈവത്തെ ഘോഷിക്കാനും സത്യം പ്രചരിപ്പിക്കാനും ഒക്കെയും പോകുന്നവർക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് കൂടെയാണ്. അത് ആ ശിഷ്യന്മാർക്ക് മാത്രമല്ല, എല്ലാ കാലത്തും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അവിടെ എന്നിട്ട് പറയുന്നത്, എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇടയ്ക്ക് വിശ്വാസം ഇട്ടിട്ട് പോകാതെ, അയ്യോ എനിക്ക് മതി, ഇത് ഞാൻ വിശ്വാസത്തിൽ ഇല്ല, അല്ലെങ്കിൽ മടുപ്പ് വന്നിട്ട് ഇട്ടുപോയാൽ യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള ആ നന്മ വാഗ്ദത്തം ലഭിക്കാതെ പോകുമെന്നുള്ളതാണ്. പിന്നെ കാണുന്നത്, അത് കഴിഞ്ഞ് കാണുന്നത് അടുത്ത കാലത്ത്, അത് ഈ പറയുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പ് കഴിഞ്ഞിട്ടൊക്കെയുള്ള ആ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിച്ച കാര്യമാണ്. അന്ന് യഹൂദദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വയറ്റിന്മേലിരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോവുക, വീട്ടിൽ നിന്ന് വല്ല എടുക്കാൻ കിടക്കുക ചെയ്യരുത്, വയലിലിരിക്കുന്ന വസ്ത്രം എടുക്കാൻ മടങ്ങിപ്പോകരുത്, ഗർഭിണികൾക്ക് മുലയോടി കുടിപ്പിക്കുന്നവർക്കൊക്കെ വലിയ കഷ്ടമുള്ളൊരു കാലമാണ് വരാൻ പോകുന്നത്. അത് തണുപ്പ് കാലത്ത് വരാതിരുന്നാൽ നല്ലത്. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകുന്നു. അത് സംഭവിച്ചതിനെ സംബന്ധിച്ച് 1-ാം നൂറ്റാണ്ടിൽ അവിടെ ദേവാലയമൊക്കെയും അശുദ്ധീകരിക്കപ്പെടുകയും ദേവാലയം ഇടിക്കപ്പെടുകയും ഇസ്രായേലിനെതിരെ വലിയ ആക്രമണവും പീഡനവും ഉണ്ടാകുകയും ലക്ഷക്കണക്കിന് യഹൂദർ മരിക്കുകയും അവിടെ പറയുന്നത് രക്തം പുഴ പോലെ ഒഴുകിയെന്നാണ്. അപ്പോൾ അതുപോലെ കണ്ട് എല്ലായിടത്തും രക്തത്തിൻ്റെ ചാലുകളും ഒക്കെ ഒഴുകുന്ന വളരെ ദയനീയമായ, ദാരുണമായ, ഭീകരമായ കാഴ്ചയായിരുന്നു അത്. അതിനെ സംബന്ധിച്ചാണ് ക്രിസ്തുവിടെ പറയുന്നത്, കർത്താവ് ആ ആളുകളെ ചുരുക്കിയില്ലെങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടും, എല്ലാവരും മരിച്ചു പോകും. താൻ തിരഞ്ഞെടുത്ത വ്രതന്മാർ നിമിത്തം ദൈവം ആ നാളുകളെ ചുരുക്കും. അങ്ങനെ ചുരുക്കിയില്ലെങ്കിൽ അത് സർവ്വജനവും നശിച്ചു പോകും. അങ്ങനെ ദൈവം ആക്കത്തില്ല. പക്ഷെ ഇതിൻ്റെ പുറകിലൊക്കെ ഇവരുടെ നാവിൽ നിന്ന് തന്നെ
പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൻ മരണസമയത്ത് അവർ പറയുന്നുണ്ട്, ഈ കുറ്റം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. അതായത് ഞങ്ങൾ ചെയ്യുന്ന നീതിപ്രവൃത്തിയായ കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദോഷമില്ല. ഞങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുക. യേശുവിനെ കൊല്ലുക എന്നുള്ളത് ന്യായപ്രമാണപ്രകാരം ഞങ്ങൾ ചെയ്യുന്നതാണ്. അതിന് ഞങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവരുടെ നാവിൻ്റെ ഫലം അവരനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് അതിനെ സംബന്ധിച്ചാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാൻ 24-ാമത്തെ വാക്യം, എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകി പോവുകയും അപ്പോൾ മനുഷ്യപുത്രന് വലിയ ശക്തിയോടും തേജസ്സോടും മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇത് ഇനി വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള പ്രവചനമാണ്. അവിടെ അന്ന് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവത്തിൻ്റെ വ്രതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അതിർത്തി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാരെ, യഥാർത്ഥ ദൈവമക്കളെ ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും കൂട്ടിച്ചേർക്കുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച്, ഒരു കാലത്തെ സംബന്ധിച്ച് ആണ് ഇവിടെ ക്രിസ്തു പറയുന്ന മറ്റൊരു പ്രവചനം. ഇതൊക്കെയും സംഭവിക്കുകയുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. ഈ തലമുറ എന്ന് പറയുന്നത് അന്ന് ജീവിച്ചിരിക്കുന്നവരല്ല. ഇന്ന് ഞാനതിനെ സംബന്ധിച്ച് കാണുന്നത് നോഹ മുതൽ ഇങ്ങോട്ടുള്ള ഒരു തലമുറയെ സംബന്ധിച്ചാണ്. അത് നീങ്ങിപ്പോവുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. എന്നിട്ട് ഇതൊക്കെയും സംഭവിക്കുള്ളൂ, ഈ തലമുറ ഒഴിഞ്ഞു പോകില്ലെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളും ഒഴിഞ്ഞു പോകില്ല. എന്നിട്ട് അത് എപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. അതങ്ങനെയല്ല. ഇവിടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ചോദിച്ചിരിക്കുന്ന ഇത് നമ്മൾ നേരത്തെ വായിച്ചു. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ ക്രിസ്തു പറയുന്നത് ഇവിടെയാണ്. ആ നാളെയും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടും അറിയുന്നില്ല എന്നാണ്. അപ്പോൾ അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന, പിതാവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അതെപ്പോൾ സംഭവിക്കും എന്നുള്ളത് അത് സ്വർഗത്തിലെ ദൂതന്മാർക്ക് അറിയാം, ദൈവദൂതന്മാർക്ക് അറിയില്ല. എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെയാണ് ക്രിസ്തു അതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നത്. എനിക്കും അറിയില്ല, ദൈവദൂതന്മാർക്കും അറിയില്ല. അത് ദൈവത്തിൻ്റെ ഭാഗത്ത്, ദൈവത്തിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വെച്ചിരിക്കുന്ന കാര്യം. ദൈവത്തിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായി ക്രിസ്തുവോട് പറയാം. ക്രിസ്തുവിനും അറിയില്ലെന്ന് തന്നെയാണ് ക്രിസ്തു പറയുന്നത്. പക്ഷേ അതുകൊണ്ട് അവിടെ പറയുന്നത് ആ കാലത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം, എപ്പോഴും നിങ്ങൾക്ക് ജാഗ്രത വേണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവസാനം വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. അതായത് അവിടെ ഒരു ഉപമ പറഞ്ഞിട്ടാണ്, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ വാതിൽ കാവൽക്കാരൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വാതിൽ കാവൽക്കാരന് യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയില്ല. യജമാനൻ വരാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രതയോടെ ആയിരിക്കണം. യജമാനൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ യജമാനൻ വരുമ്പോൾ നമ്മളെ ഉണർന്നിരുന്ന് തന്നെ കാണണം. ഇല്ലെങ്കിൽ യജമാൻ്റെ ശിക്ഷ, നമ്മൾ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് യജമാൻ്റെ ശിക്ഷ വരും. അതുകൊണ്ട് യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നവരായി കാണാതിരിക്കാൻ വേണ്ടി ഉണർന്നിരിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, നമ്മളോടും പറയുന്നു, ഇന്ന് വായിക്കുന്നതും കേൾക്കുന്നതുമായി നമ്മളോടും പറയുകയാണ്, ഉണർന്ന് ഇരിപ്പിൻ. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ അവസാനം എത്തുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിന് മുമ്പ് വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ശിഷ്യന്മാരെ ഉറപ്പിക്കുക. ഒരുപാട് കാര്യങ്ങൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. കാരണം ഞാൻ നാളെ ഇല്ല, ഇവിടെ ഈ ലോകത്ത് ജീവിക്കേണ്ടത് തൻ്റെ ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതിനെ സംബന്ധിച്ചൊക്കെയുള്ള ഉപദേശവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് ക്രിസ്തു മരണത്തിലേക്ക് പോകുന്നത്. താങ്ക് യു. ഈ വായന ഭാഗങ്ങളൊക്കെയും ദൈവത്തിൻ്റെ നാമം കൂടുതൽ ഇടങ്ങളിലേക്ക് അറിയുവാൻ ഇടയാകട്ടെ. കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. താങ്ക് യു.